ഹായ് MI Mix 3 അതേപോലെ തന്നെ നമുക്ക് ഹോണർ മാജിക് 2 അങ്ങനെയുള്ള ഫോണുകളൊക്കെ ഒരു 30,000-50,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. അത്തരം ഫോണുകളുടെ പ്രത്യേകത സ്ലൈഡിംഗ് മെക്കാനിസം, ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ, ഏറ്റവും കൂടിയ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്ക് 20,000 രൂപയ്ക്ക് കിട്ടിയാലെങ്കിൽ ഇരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ ഫോണിനെയാണ് ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, MI Mix 3, മാജിക് 2 അങ്ങനെയുള്ള ഫോണുകളൊക്കെ നമ്മൾ കണ്ട സ്ലൈഡിംഗ് മെക്കാനിസവും ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും അതേപോലെ തന്നെ നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ 91 അല്ലെങ്കിൽ 93 ഒക്കെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ തരുന്ന ഫോണുകളാണവ. അതൊക്കെ ഇത്തിരി കൂടിയ പ്രൈസ് റേഞ്ചിലാണ്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം 21,000 രൂപയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാണ് ലെനോവോയുടെ Z5 Pro എന്ന ഫോണിലൂടെ. ഈ ഫോണിനും അതിനുള്ള അതേ ഡിസൈൻ പോലെ തന്നെയാണ്. 6.45 ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 19.5:9 ആസ്പെക്ട് റേഷ്യോ, 95% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ആ രണ്ട് ഫോണുകളെക്കാൾ കൂടുതൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോൺ തരുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും തരുന്നു, സ്ലൈഡിംഗ് മെക്കാനിസവും തരുന്നു. ഫോണിന്റെ വില 21,000 രൂപ. ഡിസൈൻ വൈസ് ആ ഫോണുകളുടെ അതേ കോപ്പി തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും 21,000 രൂപയ്ക്ക് ഇതൊരു നല്ല ഡിസൈനാണ്. അടുത്തായിട്ട് പെർഫോമൻസിന്റെ സെറ്റപ്പിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. Snapdragon 710 ഓൾറെഡി നോക്കിയ 7.1 പ്ലസ് പോലുള്ള ഫോൺ നമ്മളത് പറഞ്ഞു. പക്ഷെ അതൊക്കെ നോർമൽ ഫോണാണ്, നോർമൽ ഡിസൈനാണ്. അതിനകത്താണ് ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്, ഈ 710 ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു സെറ്റപ്പിനകത്ത് തന്നെ ഈ പറഞ്ഞ Snapdragon 710 കൊണ്ടുവരാണ്. അതും 21,000 രൂപയ്ക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കിയ 7.1 പ്ലസിൻ്റെ ഒക്കെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ 20,000 രൂപയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതേ പ്രൈസ് റേഞ്ചിൽ അതേ ചിപ്സെറ്റ് വെച്ച് അതിനേക്കാൾ ബെറ്ററായി ഡിസൈനിൽ ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. എങ്കിൽ മാത്രമേ ഇത് ആ വാല്യൂ ഫോൺ മണി തന്നെയാണെന്ന് അറിയുള്ളൂ. ക്യാമറ 24 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ. തൊട്ടടുത്ത് ഡെപ്ത് സെൻസർ വരുന്നത് 16 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ വീണ്ടും 16 മെഗാ പിക്സലുണ്ട്. ഡെപ്ത് സെൻസർ 8 മെഗാ പിക്സൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ്. സോണി IMX സെൻസറിൻ്റെ 576 വെർഷനൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു സെൻസറൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. നല്ല ക്യാമറ സെറ്റപ്പും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുള്ള 3350 mAh ബാറ്ററി. ഒരു കൂടിയ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഒരു ചെറിയ പ്രൈസ് റേഞ്ചിലേക്ക് ഒതുക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് ലെനോവോയുടെ Z5 Pro. പോക്കോ ഐഫോണിലൊക്കെ നമ്മൾ കണ്ടു. Snapdragon 745 ഒക്കെ കോസ്റ്റ്ലി ഫോണുകളിൽ മാത്രമല്ല മിഡ് റേഞ്ചിലും വെക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നാണ് ഫോൺ. അതേപോലെ തന്നെയാണ് ഈ ഫോൺ. കോസ്റ്റ്ലി സൈഡിൽ മാത്രമല്ല ഈ പറഞ്ഞ ഡിസൈനും മെക്കാനിസവും ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും ഒക്കെ വെക്കാൻ പറ്റുക വില കുറഞ്ഞ ഫോണുകളിലും സാധിക്കുമെന്ന് ലെനോവോ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ OS വെർഷൻ ആൻഡ്രോയിഡ് ഓറിയോ ആണ്. ആൻഡ്രോയിഡ് P-യിലേക്കുള്ള അപ്ഡേഷൻ്റെ കാര്യം കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത് 6GB RAM 64GB സ്റ്റോറേജിന് 21,000 രൂപയാണ്. എന്നാൽ 6GB RAM 128GB സ്റ്റോറേജിന് പ്രൈസ് അല്പം കൂടുതലാണ്. അത് 31,000 രൂപയാണ്. ഇതിനും ഹെഡ്ഫോൺ ജാക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പക്ഷേ ഇയർഫോൺ ഇതിനൊപ്പം വരുന്നുണ്ട്. വയർലെസ് ഇയർഫോൺ 1+ 6T വരെ ഇങ്ങനെ ഇയർഫോൺ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ ഫോണിൽ വയർലെസ് ഇയർഫോൺ അടക്കമാണ് വരുന്നത്. അതുകൊണ്ട് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളതൊരു വലിയ ഇഷ്യൂ ആയിരിക്കില്ല. വേറെ സെപ്പറേറ്റ് ഹെഡ്ഫോൺ ഉപയോഗിക്കാത്തടത്തോളം കാലം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാത്ത പക്ഷം ഈ ഫോണിനെ സംബന്ധിച്ച് 21,000 രൂപയ്ക്ക് ഒരു അടിപൊളി പാക്ക് തന്നെയാണ് ഈ ഒരു ടൈമിലേക്ക്. എന്തായാലും Lenovo Z5 Pro എന്ന ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ ശ്രമിക്കാം. ഇത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. Lenovo Z5നെ കുറിച്ച് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗത്ത് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് വന്നിട്ട് അപ്പോൾ പറയാം. തൽക്കാലം ഇങ്ങനൊരു ഫോൺ ലോഞ്ച് ചെയ്തു. അത് ഇത്തിരി സ്പെഷ്യലായിട്ട് തോന്നി പ്രൈസ് റേഞ്ചിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഫോണിനെ കുറിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോൺ ഇഷ്ടപ്പെട്ടാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അത് വാങ്ങിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ.